യുഎസിലേക്ക് ആരെങ്കിലും സ്പോൺസർ ചെയ്യാൻ പ്ലാൻ ഇടുന്നുണ്ടോ? അല്ലെങ്കിൽ ആരെങ്കിലും സ്പോൺസർ ചെയ്തിട്ടുണ്ടോ? ഇത്തരത്തിൽ കുടിയേറ്റക്കാരെ സ്പോൺസർ ചെയ്യുന്നവർക്ക് മുന്നറിയിപ്പുമായി യുഎസ് സിറ്റിസൺഷിപ്പ് ആൻഡ് ഇമിഗ്രേഷൻ സർവീസസ് അഥവാ USCIS രംഗത്ത് വന്നിരിക്കുകയാണ്. സ്പോൺസർ ചെയ്യുന്ന കുടിയേറ്റക്കാരുടെ സാമ്പത്തിക ഉത്തരവാദിത്തം ഏറ്റെടുക്കണമെന്നും അല്ലാത്ത പക്ഷം വലിയ പിഴകളോ നിയമ നടപടികളോ അല്ലെങ്കിൽ പ്രോസിക്യൂഷനോ നേരിടേണ്ടി വരുമെന്നും USCIS വ്യക്തമാക്കി. നികുതിദായകരുടെ പണം ഉപയോഗിച്ചുള്ള ആനുകൂല്യങ്ങൾ, അതായത് ഫുഡ് സ്റ്റാമ്പുകൾ അല്ലെങ്കിൽ ഭവന സഹായം എന്നിവ കുടിയേറ്റക്കാർ ഉപയോഗിക്കുകയാണെങ്കിൽ സ്പോൺസർമാർ സാമ്പത്തികമായി ബാധ്യസ്ഥരായിരിക്കും. വ്യക്തികളെയും H-1B വിസക്കാർക്ക് സ്പോൺസർമാരാകുന്ന US ടെക് കമ്പനികളെയും ഒരുപോലെ ബാധിക്കുന്നതാണ് പുതിയ നിർദ്ദേശം. കുടിയേറ്റക്കാർ നികുതിദായകരുടെ പണം ഉപയോഗിച്ചുള്ള ആനുകൂല്യങ്ങൾ ഉപയോഗിക്കുകയാണെങ്കിൽ സ്പോൺസർമാർ സാമ്പത്തികമായി ബാധ്യസ്ഥരായിരിക്കുമെന്ന് USCISന്റെ മെമ്മോയിൽ പറയുന്നു. ഫുഡ് സ്റ്റാമ്പുകൾ അല്ലെങ്കിൽ ഭവന സഹായം പോലുള്ള ആനുകൂല്യങ്ങൾ ഇതിൽ ഉൾപ്പെടുന്നു. കുടിയേറ്റക്കാരെ സ്പോൺസർ ചെയ്യുന്ന അമേരിക്കൻ പൗരന്മാർക്ക് ക്രിമിനൽ കുറ്റങ്ങൾ പോലും നേരിടേണ്ടി വന്നേക്കാമെന്നും USCISന്റെ മെമ്മോയിലുണ്ട്. തട്ടിപ്പ് സംശയിക്കപ്പെടുന്ന സാഹചര്യങ്ങളിൽ കേസുകൾ USCIS ഫ്രോഡ് ഡിറ്റക്ഷൻ ആൻഡ് നാഷണൽ സെക്യൂരിറ്റി ഡയറക്ടറേറ്റിലേക്ക് അവലോകനത്തിനും അന്വേഷണത്തിനുമായി റെഫർ ചെയ്തേക്കാമെന്നും മെമ്മോയിൽ പറയുന്നു. സ്പോൺസർമാരും കുടിയേറ്റക്കാരും അവരുടെ സാമ്പത്തിക ബാധ്യതകൾ നിറവേറ്റേണ്ടത് അത്യാവശ്യമാണെന്ന് USCIS വക്താവ് മാത്യു ട്രാഗസ് പറഞ്ഞു. അമേരിക്കൻ ജനതയുടെ മേൽ സാമ്പത്തിക ഭാരം അടിച്ചേൽപ്പിക്കരുതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കുടിയേറ്റക്കാരെ സ്പോൺസർ ചെയ്യുന്നവരെ കുറിച്ച് നോക്കാം. ഒരു കുടിയേറ്റ സ്പോൺസർ എന്നാൽ ഒരു വ്യക്തിയോ തൊഴിലുടമയോ അല്ലെങ്കിൽ ഒരു സ്ഥാപനമോ ആകാം. യുഎസിലേക്ക് വരുന്ന ഒരു വിദേശ പൗരന്റെ നിയമപരവും സാമ്പത്തികവുമായ ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ സമ്മതം അറിയിക്കണം. അപേക്ഷയ്ക്കൊപ്പം സത്യവാങ്മൂലവും നൽകേണ്ടതുണ്ട്. ഒരു വ്യക്തിയാണ് സ്പോൺസറെങ്കിൽ അവർ ഒരു നിയമപരമായ സ്ഥിരതാമസക്കാരൻ അല്ലെങ്കിൽ ഗ്രീൻ കാർഡ് ഉടമ ആയിരിക്കണം. പങ്കാളിക്ക് ഗ്രീൻ കാർഡിനായി അപേക്ഷിക്കുന്ന ഒരു US പൗരൻ അവരുടെ സ്പോൺസറാണ്. അതുപോലെ വിവാഹിതനല്ലാത്ത കുട്ടിക്കായി വിസയ്ക്ക് അപേക്ഷിക്കുന്ന ഒരു താമസക്കാരനും അവരുടെ സ്പോൺസറാണ്. US ടെക് കമ്പനികൾ അവർ നിയമിക്കുന്ന H-1B വിസക്കാർക്ക് സ്പോൺസർമാരാണ്. അടുത്തിടെ H-1B വിസ ഫീസ് $1 ലക്ഷം ഉയർത്തിയത് വിദേശികളെ സ്പോൺസർ ചെയ്യുന്നതിൽ നിന്ന് കമ്പനികളെ പിന്തിരിപ്പിച്ചേക്കാം. സ്പോൺസർമാർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ കൂടി നോക്കാം. സ്പോൺസർഷിപ്പ് വഴി എത്തിയ കുടിയേറ്റക്കാരൻ ഫെഡറൽ അല്ലെങ്കിൽ സ്റ്റേറ്റ് ഗവൺമെന്റ് ധനസഹായം നൽകുന്ന പൊതു ആനുകൂല്യങ്ങൾ സ്വീകരിക്കുകയാണെങ്കിൽ ആ ആനുകൂല്യം നൽകിയ ഏജൻസിക്ക് സ്പോൺസറോട് പണം തിരികെ ആവശ്യപ്പെടാൻ കഴിയും. തിരികെ നൽകിയില്ലെങ്കിൽ ഏജൻസിക്ക് സ്പോൺസർമാർക്കെതിരെ കേസ് ഫയൽ ചെയ്യാൻ അനുവാദമുണ്ട്. ഒരു സ്പോൺസർ അവരുടെ സ്പോൺസർഷിപ്പ് രേഖകളിൽ മനഃപൂർവ്വം കള്ളം പറഞ്ഞതായി കണ്ടെത്തിയാൽ, അതായത് അംഗീകാരം നേടുന്നതിനായി അവരുടെ സാമ്പത്തിക സ്ഥിതി തെറ്റായി ചിത്രീകരിച്ചാൽ ക്രിമിനൽ പ്രോസിക്യൂഷന് വിധേയരാകാം. മതിയായ സാമ്പത്തിക സഹായം നൽകുന്നതിൽ പരാജയപ്പെട്ടാൽ കുടിയേറ്റക്കാർക്ക് സ്പോൺസർമാർക്കെതിരെ കേസെടുക്കാമെന്നും USCIS മെമ്മോയിൽ പറയുന്നു. യുഎസിൽ ഓരോ വർഷവും ലക്ഷക്കണക്കിന് കുടിയേറ്റക്കാരാണ് സ്പോൺസർഷിപ്പ് വഴി എത്തുന്നത്. ഫാമിലി, എംപ്ലോയ്മെന്റ് ബേസ്ഡ് വിഭാഗങ്ങളിലായാണ് കൂടുതൽ ആളുകളും എത്തുന്നത്. കുടുംബ വഴിയും തൊഴിൽ വഴിയുമാണ് ഇതിൽ കൂടുതലും. ഓരോ വർഷവും 3,76,000 കുടിയേറ്റക്കാർക്കാണ് സ്പോൺസർഷിപ്പിലൂടെ രാജ്യത്ത് പ്രവേശിക്കാൻ അവസരം നൽകുന്നത്.